നോർത്ത് പറവൂർ കെടാമംഗലം ആരോഗ്യമാതാ പള്ളി സ്ഥാപിതമായതിന്റെ 40-ാം വർഷം റൂബി ജൂബിലി വർഷമായി ആഘോഷിച്ചു. ജൂബിലി ദീപബലിക്ക് മുഖ്യ കാർമ്മികനായും സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറൽ റവറന്റ് ഡോക്ടർ ജോസ് പുതിയേടത്ത് നിർവഹിച്ചു. വരദാന ഫലദാനമേകാ വരദായകാവേഗം വരണ കേടാമംഗലത്തിൻ തിരുമുറ്റത്ത് ജൂബിലി 40 സംവത്സരം കാത്തുപാലിച്ചൊരമ്മയ്ക്ക് 1000 നന്ദി ചൊല്ലി പാടാം ജൂബിലി. രോഗങ്ങൾ മാറ്റിയും ശാന്തി പകർന്നും അമ്മയുടെ തിരുസ്വരൂപത്തിന്റെ മേൽ ഒരു മുല്ലമാല നമ്മൾ ചാർത്തുമ്പോൾ ഞാൻ അമ്മയ്ക്ക് നൽകുക ആ അമ്മയോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് ഈ അലങ്കാരങ്ങളും. അല്ലെങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ല. ഈ അലങ്കാരങ്ങളും തോരണങ്ങളും എല്ലാം ഇപ്പൊ അമ്മയുടെ രൂപം എഴുന്നള്ളിച്ചുകൊണ്ട് ബാൻഡ് മേളം ഇല്ല, വെടിക്കെട്ടില്ലെങ്കിലും ഒക്കെ അമ്മയുടെ രൂപം പോകും, പ്രദക്ഷിണം നടക്കും. പക്ഷെ അതൊക്കെ നമ്മൾ അമ്മയോട് കാണിക്കുന്ന ഒരു മഹത്വീകരണമാണ്, അതിനെ മഹത്വപ്പെടുത്തലാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി ആർഭാടങ്ങളെല്ലാം ഞാൻ പറയും, പക്ഷെ ആഘോഷങ്ങൾ ആവശ്യമാണ്. അത് വിശ്വാസത്തിന്റെ ഒരു കൈമാറ്റം അതുവഴി നടക്കും. നമ്മുടെ ഇവിടെ തന്നെ ആ കുട്ടികൾ പ്രദക്ഷിണത്തിന് വരുമ്പോൾ കുരിശിന് പിന്നാലെ ആദ്യം കൊടികൾ പിടിച്ചുകൊണ്ട് തിരികൾ പിടിച്ചുകൊണ്ടൊക്കെ നമ്മൾ പ്രദക്ഷിണം എത്രയോ ആവേശത്തോടെ ആ കുഞ്ഞുങ്ങൾ കൊടികൾ എടുക്കാൻ ഓടുന്നത്, കുടകൾ പിടിക്കാനായിട്ട് എല്ലാവരും തയ്യാറാകുന്നത്, അതെല്ലാം ഒരു പാഷനാണ്. ആ പാഷൻ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ മതാത്മക ജീവിതം തളർന്നു പോകും. വിദേശത്ത് വന്നതാണ്, ബൗദ്ധികത വളർന്നിട്ട് ഇതിനൊന്നും അർത്ഥമില്ലെന്ന് പറഞ്ഞ് പ്രദക്ഷിണങ്ങളും ഇതെല്ലാം മാറിയപ്പോൾ സെക്കുലർ ഫീസ്റ്റുകൾ ശക്തമാകാൻ തുടങ്ങി. അവിടുത്തെ ബിയർ ഫീസ്റ്റുകളും ആഘോഷങ്ങളും കാർണിവലും എല്ലാം അത്യാഘോഷങ്ങളായിട്ട് ജനങ്ങളെ അങ്ങോട്ട് പോവാം. മറിച്ച് പണ്ടിവരെല്ലാം നമ്മുടെ പാശ്ചാത്യ നാട്ടിൽ തന്നെ. വികാരി ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ അധ്യക്ഷനായി. കഴിഞ്ഞു പോയ കാലങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന നിമിഷങ്ങളാണ്. ഇതിന്റെ ആരംഭം നമുക്കറിയാം. നമ്മൾ വായിച്ച സ്മരണയിലും എല്ലാം ഒക്കെ ആയിട്ട് വായിച്ച് മറ്റ് വികാരിമാരിൽ കേട്ടു. ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടി ഈ സ്ഥലവും പരിസരവും ഒക്കെ ഉപയോഗിച്ച് വന്ന് അന്ന് ഉരുതിരിഞ്ഞ ഒരു ആശയമാണ് ഇന്ന് മനോഹരമായ ഈ കുരിശുപള്ളിയുടെ 40-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുക. എത്രയോ വൈദികരും ഇവിടുത്തെ ജനങ്ങളുമൊക്കെ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് ഏറ്റവും സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകുന്ന കുടുംബാംഗങ്ങളായിട്ട് ഈ ഇടവക മുന്നേറുക. അതുകൊണ്ടാണ് we look back, we look past and thank God. ജൂബിലി സ്മരണികയുടെ പ്രകാശനവും കഴിഞ്ഞ കാലങ്ങളിൽ ദേവാലയത്തിനു വേണ്ടി നേതൃത്വം നൽകിയവരെ പൊന്നാടയിട്ട് ആദരിക്കലും നടന്നു. മുൻ പള്ളി കൺവീനറായിരുന്ന ശ്രീരാജു പൂരൻ. അടുത്തതായി പള്ളി നിർമ്മാണത്തിന് സഹായിക്കുകയും ഇപ്പോൾ ദേവാലയ ശുശ്രൂഷ ചെയ്യുകയും ക്ഷണിക്കുന്നു. നമ്മുടെ പള്ളിയിൽ കപ്പേറായി ശുശ്രൂഷ ചെയ്തിരുന്ന പാപ്പച്ചൻ സഹവികാരി ഫാദർ സിറിൽ പാലക്കൽ, കൺവീനർമാരായ വിനു മേക്കാന്തുരത്തിൽ, ബിജു കുരിശിങ്കൽ, തിരുനാൾ ജനറൽ കൺവീനർ ബിജു മാഞ്ഞുരാൻ എന്നിവർ സംസാരിച്ചു. പറവൂർ കോട്ടയ്ക്കാവ് ഇടവകയിലെ കലാകാരന്മാരെ അണിനിരത്തി നടത്തിയ സാന്തോം വോയിസ് കരോക്കെ ഗാനമേള ശ്രദ്ധേയമായി.
ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും എന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ടീം കോർഡിനേറ്റർ കൂടിയായ ജിജു പാലക്കൽ സിറ്റി വോയിസിനോട് സംസാരിച്ചു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഏതാനും 3-4 വർഷങ്ങളായിട്ട് നമ്മുടെ കോട്ടയ്ക്കാട് ഇടവകയിലെ ആളുകളെ കൊണ്ട്, അതായത് പാടാൻ താല്പര്യമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഗാനമേള ടീം ഒന്ന് സംഘടിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമായിട്ട് പള്ളിയായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അതങ്ങനെ നീണ്ടു പോകാണ് ഉണ്ടായത്. പക്ഷേ മാതാവിൻ്റെ ആ പ്രത്യേക അനുഗ്രഹം കൊണ്ടായിരിക്കാം കിടാമംഗലം ആരോഗ്യമാതാ ദേവാലയത്തിൻ്റെ റൂബി ജൂബിലിയോടനുബന്ധിച്ച് ഈ 40-ാം വർഷം, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷങ്ങൾക്ക് മുൻപ് കിടാമംഗലം പള്ളിയുടെ കൂദാശ സമയത്ത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കൊയർ ടീം ഇവിടെ സാന്തോ ഓർക്കസ്ട്ര എന്ന പേരിൽ അന്ന് 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഗാനമേള അവതരിപ്പിക്കുകയുണ്ടായി. വീണ്ടും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹപ്രകാരം ഈ 40-ാം വർഷത്തിൽ നമുക്ക് സാന്തോ വോയിസ് എന്നുള്ള രീതിയിൽ വീണ്ടും ഇവിടെ ഒരു ഗാനമേള ടീം റീലോഡ് ചെയ്യാൻ സാധിച്ചു. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമായിട്ട് ഞങ്ങൾ എല്ലാവരും കരുതുന്നു. നമ്മുടെ ഇടവചനങ്ങളാണ് ഇതിനകത്ത് പാടുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും ഉണ്ടായിരിക്കണം. താങ്ക് യു. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.